റായ്ബറേലിയിലല്ലേ വീണ്ടും ഒരു 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 അംഗത്തിന് എടുക്കേണ്ടത് അല്ലേ? റായ്ബറേലി നിലവിലുള്ള പശ്ചാത്തലത്തിൽ, കാരണം ഇവർ പറയുന്നത് യു പി അവരെ സഹായിച്ചു, യു പിയിൽ വലിയ പ്രതീക്ഷയാണ് BJP NDA മുന്നണി അർപ്പിച്ചത്, പക്ഷേ അതുണ്ടായില്ല. കോൺഗ്രസിൻ്റെ മുന്നേറ്റം, SP ഒക്കെ അവിടെ ഉണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ എങ്കിലും അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലുള്ള കോൺഗ്രസ് റായ്ബറേലിയിൽ വീണ്ടും ഒരു അംഗത്തിന് തയ്യാറാവുന്നതായിരുന്നില്ല ഉചിതം അല്ലേ? എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുമ്പോൾ പോലും ആർക്കും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, അത്രമാത്രം പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിന് ശേഷം പോലും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഉത്തരേന്ത്യയിലെ ജനം യു ടേൺ എടുക്കുമെന്ന്, ഇതുമാതിരി ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് നടപ്പിലാകുമെന്നുള്ള ഒരു ഉറപ്പൊന്നും ആർക്കും ഇല്ലായിരുന്നു. കാരണം അവിടുത്തെ ഉണ്ടാവുന്ന ആ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, രാമക്ഷേത്ര നിർമ്മാണം, ഇതൊക്കെ ചിലപ്പോൾ എഫക്ട് ചെയ്തേക്കുമോ എന്നൊക്കെയുള്ള ഭയപ്പാടുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. വീണ്ടും ഇദ്ദേഹം തന്നെ അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വരുമോ എന്നൊക്കെയുള്ള പേടി എല്ലാവർക്കും ഉറക്കമാണ്. നാട് വിട്ടായിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ശരാശരി ഇന്ത്യക്കാരൻ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരനും ഭയന്നിരുന്നു ആ സമയത്ത് എന്നുള്ളത് സത്യം തന്നെയാണ്. അത്തരം ഒരു നറേറ്റീവാണ് മീഡിയ മൊത്തം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായിരുന്നു വാസ്തവവും. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ അങ്ങനെ ഒരു ക്ലെയിം എടുക്കാനൊന്നും ആ സമയത്ത് പറ്റില്ല. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞ കണക്കുപോലെ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടത് തന്നെയാണ്. അത് മറച്ചു വെക്കേണ്ടത് സമയത്ത് മറച്ചു വെക്കണം. എല്ലാം അങ്ങനെ ഓപ്പൺ ബുക്കായിട്ട് ഒരു ഇലക്ഷനെ ഒന്നും നേരിടാനൊന്നും പറ്റത്തില്ല. അതിന് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത്തവണ ജയറാം രമേശ് എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. തിങ്ക് ടാങ്ക് വാസ് ദയർ. അതാണ് നേരത്തെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം. കോൺഗ്രസിന്റെ തിങ്ക് ടാങ്ക്, ചിന്തൻ ശിബിറുകള്, അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട്, അതല്ലാതെ ഈ കിച്ചൺ ക്യാബിനറ്റ് കൂടെ നടക്കുന്നവര്, ഉപജാപക സംഘം, അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷനും. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് PM നിയാസ് നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അങ്ങനെ എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണ്, അല്ലാതെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വാദ്രയും കൂടെ എടുക്കുന്ന തീരുമാനമല്ല കോൺഗ്രസിന്റെ തീരുമാനം എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ നോക്കിക്കാണുന്ന ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്റർലൂഡ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളതും. അതുപോലെ തന്നെ പിന്നെ വന്നു വീണ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ഇലക്ഷന് വന്നതുപോലെ ഒരു പുൽവാമയോ അങ്ങനെയുള്ള ബാലാക്കോട്ടോ അതുപോലുള്ള ഒരു ഇൻസിഡന്റ് ഒന്നും ഉണ്ടായില്ല. ദേശസ്നേഹം ആളി കത്തിക്കാനുള്ള ഒരു സംഭവങ്ങളൊന്നും അത് ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഡോക്ടർ ജയരാജ് അതല്ല നമ്മുടെ വിഷയമെങ്കിലും രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊള്ളട്ടെ. അവിടെ യു പിയിലെ വിജയത്തിന് അടിസ്ഥാനം, ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഒന്ന്, NDA വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തി എഴുതും എന്ന രീതിയിൽ വലിയൊരു പ്രചരണം അഴിച്ചുവിട്ടു. രണ്ടാമത്തത് ജാതി സെൻസസ് വെച്ചും വലിയ ഒരു പ്രചരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മൈനോറിറ്റി വോട്ട്സ്, എസ്പെഷ്യലി മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സാധിച്ചു, യാദവ വോട്ടുകളുടെ ഏകീകരണം സാധിച്ചു. അതിൽ കോൺഗ്രസിനേക്കാളുപരി SP പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് മുഖവിലക്ക് എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും SP നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ അപ്രമാദിത്യം മറ്റു പാർട്ടികളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാതെ കോൺഗ്രസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാക്കി ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കോൺഗ്രസിന് എന്ന് തിരിച്ചറിവുണ്ടായോ അതിന്റെ റിസൾട്ടാണ് ഇത്ര നല്ല റിസൾട്ട് കോൺഗ്രസിനല്ല ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പക്ഷെ ഈ ഇന്ത്യ മുന്നണി ഒരു വർഷം മുമ്പേ ഫോം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ തന്നെ സാധ്യമാകുമെന്നാണ് ഇപ്പോഴത്തെ എന്റെ ഒരു അനുമാനം. അത് നേരത്തെ വേണമായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ വേണമായിരുന്നു. അതായിരുന്നു അതിന്റെ വാസ്തവവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വർഗീയമായിട്ട് ആളുകളെ ചേരിതിരിക്കുന്നതിന് നിമിഷങ്ങൾ മാത്രം മതി. ആ സമയം ഒരു ഐഡിയോളജി പറഞ്ഞ ആളുകളെ മനസ്സിലാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്.